ഹോണറിന്റെ ഹോണർ 200 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ 200 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കോഡ് കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4000 നിറ്റ്സ് ആണ്. അപ്പം അത്യാവശ്യം കൂടിയൊരു പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ വളരെ കൂടിയ 3840 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട്. കേർവ്ഡ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. നല്ല പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കൂടിയ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 187 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.7 mm ആണ്. പിന്നെ IP55 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഒരു ബ്ലാക്ക് കളർ വേരിയന്റും അതുപോലെ തന്നെ മൂൺലൈറ്റ് വൈറ്റ് എന്നുള്ള ഒരു കളർ വേരിയന്റും ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസർ മാത്രമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസറാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പെർഫോമൻസ്, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്ര മികച്ചൊരു പ്രോസസർ ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 256GB ഇന്റേണലാണ് വരുന്നത്. 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR4Xന്റെ റാമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു LPDDR5ന്റെ റാമെങ്കിലും കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫോൺ വിട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾ റേഞ്ച് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിസ്റ്റൺ സ്പേഷ്യൽ ഓഡിയോയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. Android 14 ബേസ് ആയിട്ടുള്ള Magic OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ f1.95 വരുന്ന സോണി IMX 906ന്റെ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇതിൽ വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സെൻസർ സൈസ് വരുന്നത് 1/1.56 ഇഞ്ചാണ്. പിന്നെ രണ്ടാമത് 12 മെഗാപിക്സലിന്റെ f2.2 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 112 ഡിഗ്രിയാണ്. പിന്നെ 50 മെഗാപിക്സലിന്റെ 2.4 വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇത് സോണി IMX 856ന്റെ സെൻസറാണ്. ഇതിൽ 2.5x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസിന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാപിക്സലിന്റെ f2.1 വരുന്ന ഒരു മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ഓൺ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ക്യാമറയുടെ കാര്യത്തിൽ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5200 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8GB റാം വെർഷന്റെ വില വരുന്നത് 34,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB റാം വെർഷന്റെ വില വരുന്നത് 39,999 രൂപയാണ്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സ് ഉണ്ട്. 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ SBIയുടെ അതുപോലെ തന്നെ ICICIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ ഓഫൊക്കെ ലഭിക്കുന്നുണ്ട്. ജൂലൈ 20 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പക്ഷെ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല, ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് എന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ മികച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ഗെയിമിംഗ്, പെർഫോമൻസ് ഇതൊന്നുമല്ല, ക്യാമറ അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പലപ്പോഴും ഹോണറിന്റെ ഡിവൈസുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം കൂടിയ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്യാറ്. പിന്നീട് പലപ്പോഴും ഓഫറിൽ കുറച്ചും കൂടി നല്ലൊരു ഡീലിൽ ഈ ഫോണുകൾ കിട്ടാറുണ്ട്. അപ്പം ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ കുറച്ചും കൂടി നല്ലൊരു ഡീലിൽ കിട്ടാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഹോണർ 200 5G എന്ന ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.